നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രമേഹം അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും പ്രമേഹം വരും എന്നുള്ളൊരു കാര്യം? നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഇതിലെല്ലാം കേൾക്കാറുണ്ട് അമിതമായിട്ട് അന്നജം എടുക്കുന്നതും അതുപോലെ തന്നെ ഷുഗർ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുമാണ് നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ വരാനുള്ളൊരു മെയിൻ റീസണാണ് നിങ്ങൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, അതും അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള. ഇതിന് എക്സാമ്പിളാണ് നിങ്ങൾ കഴിക്കുന്ന ബർഗർ, പിസ്സ, സാൻഡ്വിച്ചുകളൊക്കെ. അതായത് ഈ ഒരു അടുത്ത് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസും അതുപോലെ തന്നെ ന്യൂട്രീഷനും ഒരു പഠനം നടത്തി. ഈ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡും ഷുഗർ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം. അവർ പഠനം നടത്തിയപ്പം അവർ രണ്ടൊരു കാറ്റഗറി ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് AGE എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കോജൻ എൻഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ലോ ആയിട്ടുള്ള ഫുഡുകളും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ഫുഡുകളും ഉണ്ട്. ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ എന്ത് വരും? ഷുഗർ വരാനുള്ള ചാൻസസ് അഥവാ പ്രമേഹം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇതിൽ ലോ AGE ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്യുക. അതായത് ഇത് ഒരിക്കലും ഷുഗർ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഹൈ AGE അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതായത് ഇവർ ഈ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് ഒരു വിഭാഗം ആളുകൾക്ക് അവരെന്ത് കൊടുത്തു? ഈ ലോ AGE ഫുഡ്സ് കൂടുതലായിട്ടുള്ളത് ഫ്രൂട്ട്സ്, അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, അത് പറയുന്നത് ചെറുധാന്യങ്ങളാണ്. ഹോൾ ഗ്രെയിൻസിൽ വരുന്ന ചെറുധാന്യങ്ങൾ അവർ കൊടുത്തു ഈ ഒരു വിഭാഗം ആളുകൾക്ക്. അതുപോലെ തന്നെ ഫാറ്റ് റിമൂവ് ചെയ്ത പാല് കൊടുത്തു ഒരു വിഭാഗം ആളുകൾക്ക്. മറ്റൊരു വിഭാഗം ആളുകൾക്ക് കൊടുത്തത് എന്താണ്? ഹൈ AGE ആണ്. ഹൈ AGE അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതിൽ വരുന്ന ഒരു മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ ഞാനിപ്പം പറഞ്ഞ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളാണ്. അത് കൊടുത്ത സമയത്ത് ഈ ഒരു വിഭാഗം ആളുകൾക്ക് എന്തായി? ഷുഗർ നല്ല രീതിയിൽ അതിൻ്റെ സ്പൈക്ക് ഉണ്ടായി, നല്ല രീതിയിൽ പ്രമേഹം അവർക്ക് കൂടി. അപ്പം മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് AGE. ഈ AGE അടങ്ങിയ ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടാക്കുന്നത്? അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ പഞ്ചസാരയൊക്കെ പ്രോട്ടീനും അതുപോലെ തന്നെ കൊഴുപ്പുമായിട്ട് ജോയിൻ ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു സാൻഡ്വിച്ചോ പിസ്സയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിലുള്ള ആ ഒരു ബണ്ണ് അതിൻ്റെ അകത്ത് പഞ്ചസാര വരുന്നുണ്ട്. ഇത് നമ്മൾ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായിട്ടാണ് മാറുന്നത്? ഷുഗർ ആയിട്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ കൊഴുപ്പുമായിട്ടും നിങ്ങൾ അതിൻ്റെ അകത്ത് സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ എന്തുണ്ടായിരിക്കും? അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിലുള്ള, അതായത് നോൺ വെജ് തന്നെ കുക്ക് ചെയ്തിരിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഫാറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പം അതുമായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോട്ടീൻസുമായിട്ട് മിക്സ് ചെയ്യുക. പ്രോട്ടീൻസ് പലതരം, മുട്ട ഇപ്പോൾ ഒരു പ്രോട്ടീനാണ്, ചിക്കൻ ഇതെല്ലാം ഒരു നോൺ വെജ് പ്രോട്ടീനാണ്. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അകത്ത് വെജീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോട്ടീനാണ്. ഇത് പരസ്പരം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് മാരകമായ വസ്തുക്കളാണ്. ഇതാണ് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടാക്കുന്നു, കൊളസ്ട്രോൾ കൂട്ടുന്നു, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് അതായത് വളരെ ചെറിയ അസുഖം മുതൽ മാരകമായ ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ളൊരു കഴിവ് ഞാൻ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡിനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ് 3 നേരം കഴിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷുഗർ എടുക്കുക, അതും ഒരു വലിയ കാരണമാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും കൂടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയാനുള്ളൊരു മെയിൻ റീസൺ, ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവരുടെ ഒരു മെയിൻ ഫുഡ് ഏതെങ്കിലും ഒരു നേരം അവർ കഴിക്കുന്ന, ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ അവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച്, ബർഗർ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അവർ എടുക്കുന്ന മറ്റൊരു ഡ്രിങ്കും കൂടിയുണ്ട്, ഈ കൊക്കക്കോള, പെപ്സി അല്ലെങ്കിൽ മെറിൻഡ, 7up എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും, ഡോക്ടറെ ഞാൻ മെറിൻഡ കോളയൊന്നും കഴിക്കാറില്ല, 7up ഒന്ന് കഴിക്കും, അത് കഴിക്കുമ്പോൾ ഒന്ന് ഡൈജഷൻ ഒന്ന് ശരിയാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് 7up എടുക്കുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ 7up കഴിക്കുന്നുണ്ടെങ്കിൽ, 7up കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരമാണോ അനുഭവപ്പെടുന്നത്? ആണെങ്കിൽ അത് കാർബണേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ്. കാർബണേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഷുഗർ കൂടുതലായിട്ടും ഹീറ്റ് ചെയ്യും.
ചെയ്യുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തുള്ള പ്രോസസ്ഡ് ഫുഡും ഉണ്ടാക്കുമ്പോൾ അവർ കൂടുതലായിട്ടും ഹൈ ഫ്ലെയിമിലാണ്, അതായത് നന്നായിട്ട് അവർ ഫ്രൈ ചെയ്യുകയോ റോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബർഗറിലൊക്കെ ആണെങ്കിൽ അതിനുള്ളിൽ വെക്കുന്ന പാറ്റിയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചൂടാക്കുന്ന സമയത്താണ് ഈ മാരകമായിട്ട് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഷുഗർ. നിങ്ങളെ രക്തത്തിലോട്ട് ഷുഗറിൻ്റെ സ്പൈക്ക് കൂടുന്നു ഇത് ചൂടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ പഞ്ചസാര ഇട്ട ഈ ഒരു ലായനി ചൂടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് കൂടുന്നു, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു, അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആവുന്നു. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലാണ് എന്തിൻ്റെ, വേൾഡിൽ ഷുഗർ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ രാജ്യമായിട്ട് നമുക്ക് എന്തിനെ പറയാം, ഇന്ത്യനെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും ഇന്ത്യയിൽ ഷുഗർ പേഷ്യൻസ് കൂടി വരികയാണ്. അതിനുള്ള ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അത് മെയിനായിട്ട് നമ്മുടെ ഒരു അരിയാഹാരം തന്നെയാണ്. പക്ഷേ മറ്റുള്ള കൺട്രീസിനെ നോക്കുകയാണെങ്കിൽ, അല്ല മറ്റുള്ള സംസ്ഥാനത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, അവർ കൂടുതലായിട്ടും കഴിക്കുന്നത് ഈ ഒരു ബൺ ഐറ്റംസ്, അതിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇന്ന് ചെറുപ്പക്കാർ എന്ത് ചെയ്യണം, അവരുടെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റുകളും ഹെൽത്ത് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക, PPBS നോക്കുക, നിങ്ങൾ HbA1c നോക്കുക. എപ്പോഴും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിസിൻ എടുക്കുന്നതിന് മുൻപ്, ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് നോക്കുക, HbA1c ടെസ്റ്റ്. അതായത് 3 മാസത്തെ ആവറേജ് ആണ് ഇത് പറഞ്ഞു തരുന്നത്. ഈ ഒരു 3 മാസത്തെ ആവറേജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു അളവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മെഡിസിൻസ് കഴിച്ചുകൊണ്ട്, നിങ്ങളിപ്പം അലോപ്പതി ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസത്തെ ആവറേജ് കണക്കനുസരിച്ചിട്ട് നിങ്ങളുടെ മെഡിസിൻ നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ HbA1c ടെസ്റ്റും കൂടി ഷുഗർ പേഷ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫാസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 126 വരെയാണ് ഫാസ്റ്റിംഗ് പോവേണ്ടത്. അപ്പോൾ അതൊരു 100ൻ്റെയും 126ൻ്റെയും ഉള്ളിലാണ് നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് കിടക്കുന്നത്. അപ്പം പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ, ഇപ്പോൾ ഫാദറിനോ അല്ലെങ്കിൽ ഫാദറിനോ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും എങ്ങാനും ഈ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മാറ്റങ്ങൾ വന്നു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക, ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി വൺസ്, അതായത് മാസത്തിൽ ഒരു തവണ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ചെറിയൊരു ലൈഫ് സ്റ്റൈൽ ഇപ്പം എല്ലാവരിലും മാറി ഇരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ടൊക്കെ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം, പക്ഷേ വലിയ രീതിയിലാവാതിരിക്കുക. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഈ കഴിക്കുന്ന, ഞാൻ പറഞ്ഞ ഈ ഹൈ AGA, അതായത് കൂടുതലായിട്ടും ഇങ്ങനെ കഴിക്കുന്ന ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നു, നീർക്കെട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നീർക്കെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് വരുന്നു. നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞു പോകുന്നു. നിങ്ങൾ ഒബീസിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞു പോകുന്നു. ആൻറ്റി ഓക്സിഡൻസ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ആണ് കൂടുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് കോശങ്ങളിൽ നിന്നും പുറത്തോട്ട് വരുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാനാണ് ആൻറ്റി ഓക്സിഡൻസ് ബോഡിയിലുള്ളത്. ഈ തടിയുള്ള ആളുകളൊക്കെ ആവുന്ന സമയത്ത് എന്തായിരിക്കും, കൂടുതലായിട്ടും അവരിൽ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അവരിലെ ആൻറ്റി ഓക്സിഡൻസും കൂടുതലായിട്ടും എന്താവും, യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞു പോയാൽ എന്താവും, കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. കോശങ്ങൾ നശിച്ചാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ, ഈവൻ ക്യാൻസർ വരെ വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു കാര്യം നമ്മളെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഫോർഫാദേഴ്സ്, അതായത് നമ്മുടെ പണ്ട് കാലത്തുള്ള നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. കാരണം അവരുടെ ഫുഡ് അങ്ങനെയായിരുന്നു. അവർ വളരെ ചിട്ടയായിട്ട് കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് വളരെ ചെറിയൊരു അമൗണ്ടിൽ മാത്രമായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ബോഡിയിൽ നിന്ന് എന്താവുമായിരുന്നു, ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യായിരുന്നു, കലോറി കുറയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അസുഖങ്ങളും കുറവായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം
നമ്മൾ ഇന്ന് എല്ലാവരും ഭക്ഷണത്തിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് ടാബ്ലറ്റ്സ് ആണ്. അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ലോ AGE വരുന്ന ഫുഡുകൾ ഏതാണ്, ഹൈ AGE വരുന്ന ഫുഡുകൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഡയറ്റ് കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഞരമ്പിന് തരിപ്പ്, ഞരമ്പിന് മരവിപ്പ് വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് ഡയബറ്റീസുമായിട്ട് വരുന്ന ആളുകൾ വളരെ കോമൺ ആയിട്ട് പറയുന്നത് കാല് തരുത്തുപോയി, അല്ലെങ്കിൽ കാലിപ്പോൾ ഒന്നും അറിയുന്നില്ല, എപ്പോഴും കാലിനൊരു മരവിപ്പ് പോലെയാണ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു. കാരണം അവർ വർഷങ്ങളായിട്ട് ഷുഗർ പേഷ്യൻസ് ആയിരിക്കാം. അത് പെട്ടെന്നൊക്കെ തുടങ്ങുന്ന ഷുഗർ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നോർമലാക്കാൻ സാധിക്കും. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ കുറച്ചൊരു സമയം എടുക്കും. നമ്മൾ കറക്റ്റായിട്ടൊരു ഡയറ്റ് എടുക്കുന്നുണ്ട്, ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്, ബോഡി ഡീടോക്സിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഭക്ഷണം വളരെ ശ്രദ്ധിച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വളരെ ഈസി ആയിട്ട് തന്നെ റിവേഴ്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് മെഡിസിൻസ് എടുക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയബറ്റീസിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഡയബറ്റീസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിത് നോർമലാകും, വളരെ ഈസി ആയിട്ട് ഡയറ്റിലൂടെ തന്നെ നമുക്കിത് നോർമലാക്കാനും സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ അളവൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.